നമുക്ക് അല്പ നിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി വളരെ പരിചിതമായൊരു വാക്യം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെ നമുക്ക് ധ്യാനത്തിനായി വായിക്കാം. മതി നമ്മളൊരു 1000 പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ എത്ര സമയം പ്രസംഗിച്ചാലും, കുഞ്ഞുങ്ങൾ എത്ര നേരം പാടിയാലും, ഇവിടുത്തെ ഡ്രം സെറ്റും എല്ലാം കൂടെ ബഹളം വെച്ചാലും ദൈവസാന്നിധ്യം വെളിപ്പെട്ടില്ലെങ്കിൽ ഇതിനകത്തൊന്നും വലിയ പ്രൈസ് ദി ലോർഡ്. ഏദനിൽ വേറെ ഏതെല്ലാം ശബ്ദം കേട്ട് കാണും, അതൊന്നും കേട്ടാൽ ആദാം ഭയപ്പെടത്തില്ല. ആദാം ഭയപ്പെട്ടത് തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. സഭയാകുന്ന തോട്ടത്തിൽ ഞങ്ങളുടെ ആരുടെ ശബ്ദം കേട്ടില്ലേലും കുഴപ്പമില്ല, ജനത്തിൻ്റെ ഉള്ളിൽ ഭയം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം തോട്ടത്തിൽ മുഴങ്ങണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഭവനമാകുന്ന തോട്ടത്തിൽ, എൻ്റെ സഭയാകുന്ന തോട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവര് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ ആരാണ് പറഞ്ഞേ. അതിന് മുമ്പ് അവൻ നഗ്നനല്ലേ? ഹലോ, ദൈവം തോട്ടത്തിൽ വരുന്നതിന് മുമ്പേ പഴം തിന്നപ്പോൾ തൊട്ടേ അവൻ നഗ്നനല്ലേ? അങ്ങോട്ട് പഴം തിന്നുകയും കർത്താവ് വരികയും കൂടെ അല്ലായിരുന്നല്ലോ? ആയിരുന്നോ? അല്ല. പക്ഷെ അവൻ നഗ്നനാണെന്ന് എപ്പോഴാ ബോധ്യപ്പെട്ടെ? പ്രൈസ് ദി ലോർഡ്. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞായിരിക്കും 23-ാം സങ്കീർത്തനം എഴുതിയത്. നമുക്കറിയത്തില്ല. നമ്മൾ 51 എഴുതിയ കാര്യമേ പറയുന്നുള്ളൂ. സ്തോത്രം. പക്ഷെ നാഥാൻ ദൈവവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ദൈവത്തോട് തന്നെ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 5, 21, 40 ഉപവാസം ഇരിക്കട്ടെ, ഭാര്യാപുരം ഉപവാസം ഇരുന്ന പോലെ ലോകത്തിലെങ്ങും സംഭവിച്ചിട്ടില്ല. എല്ലാ വർഷവും 21 ഉണ്ടായിരുന്നു. എത്രയോ 40 ഇരുന്നു. അപ്പൊ ഇതൊന്നും ഇവിടെ ഒരു പുത്രിയല്ലേ ഭാര്യാപുരത്ത്? ഒരല്ലേ പറഞ്ഞേ. പക്ഷെ ഏത് യോഗത്തിനകത്തും ജനത്തിൻ്റെ ഉള്ളിൽ ഭയം വരണമെങ്കിൽ, ഞാൻ കുറവുള്ളവനാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ, എന്നിൽ പാപത്തിന്റെ അംശമുണ്ടെന്ന് വെളിപ്പെടണമെങ്കിൽ ദൈവശബ്ദം തോട്ടത്തിൽ കേൾക്കണം. സന്തോഷമുള്ളവര് മാത്രമേ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഇന്ന് രാത്രി മറ്റൊന്നും ഇവിടെ കേട്ടില്ലെങ്കിലും ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുവാൻ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ധാരണ വഴിപാടാണ് വലുതെന്നാണ്. വഴിപാടല്ല വലുത്. ദൈവത്തിന് വലുത് വഴിപാടിനെക്കാട്ടിൽ വഴിപാട് കൊണ്ടിരുന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കായീനിലാണ് ദൈവം പ്രസാദിക്കാഞ്ഞേ. ഈ കായീൻ ഉണ്ടായപ്പോൾ ആ അമ്മ ഇട്ട പേര്, വാസ്തവത്തിൽ ദൈവം ഒരു ദൂത് പറഞ്ഞില്ലേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇപ്പൊ ഈ അമ്മ വിചാരിച്ച് ഇവനാണ് സർപ്പത്തിന്റെ തലയെ എന്നെയും എൻ്റെ ഭർത്താവിനെയും വഞ്ചിച്ച് ഈ പരുവത്തിലാക്കിയ പിശാചിന്റെ തല തകർക്കുന്ന ഇവനാണെന്ന് അമ്മ വിചാരിച്ച്. പക്ഷെ അമ്മയുടെ കൺമുമ്പിൽ തകർന്നത് മോന്റെ തലയാ. അമ്മയുടെ മുഴുവൻ പ്രതീക്ഷയും തകർത്തോണ്ട് ഇവൻ കൊലപാതകനായി മാറി. സ്തോത്രം. അവനെ വിളിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞു, എടാ മോനെ, നീ ആകെ ഒന്നും കഴിച്ചില്ലേലും നീ നന്മ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ നിന്നിൽ എന്ത് ചെയ്തേനെ? ഇടാ, നിന്റെ വാതിക്കൽ പാപം കിടപ്പുണ്ട്. പാപം ചെയ്യാൻ വേണ്ടി ആരും ടിക്കറ്റ് എടുത്ത് കുവൈറ്റിലോ ഉഗാണ്ടയിലോ ഒന്നും പോകണ്ട.
പ്രൈസ് ദി ലോർഡ്. അതിന് പ്ലെയിൻ കയറി ന്യൂഡൽഹിക്കൊന്നും പോകണ്ട. പാപം നിന്റെ വാതിക്കലുണ്ട്. അതിന്റെ ആഗ്രഹം അയലോക്കത്തെ ഫിലോമിനയോടല്ല, ഇപ്പുറത്തെ ഗോപാലിനോടല്ല, അവിടുത്തെ ഇസ്മായിലിനോടല്ല. അതിന്റെ ആഗ്രഹം നിന്നോടാ. നീ അതിനെ ജയിക്കണം. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ജയിച്ചില്ല, എൻ്റെ അപ്പൻ ജയിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെ ജയിക്കാനാ? സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ. ഹല്ലേലൂയ. കായീൻ പറഞ്ഞു, എൻ്റെ അപ്പൻ തോറ്റുപോയി ആ വിഷയത്തിൽ, എൻ്റെ അമ്മ തോറ്റുപോയി ആ വിഷയത്തിൽ, ഇവരും തോറ്റുപോയി ആ വിഷയത്തിൽ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പേരിൽ ദൈവം പറയുന്നത്, നിന്നെ ആകർഷിക്കുന്ന ഒരു പാപം നിന്റെ വാതിക്കലുണ്ട്. നീ അതിനെ ഇന്ന് രാത്രി ജയിക്കണം. എത്ര പേര് ഈ രാത്രി തീരുമാനമെടുക്കും? പാപത്തോട് എതിർത്തു നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർക്കുവാൻ കരുത്തുള്ള ഹല്ലേലൂയ. ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ മനസ്സിൽ ഇരിക്കുന്ന ആരാധന എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നു, ഡ്രം സെറ്റ് ഒരു ക്ലൈമാക്സിലെത്തുന്നു, നമ്മൾ കൈയടിക്കുന്നു, അതിൻ്റെ ലാസ്റ്റിൽ അന്യഭാഷ പറയുന്നു, അതൊക്കെയാണ്. അതെല്ലാം ആരാധനയുടെ ഭാഗങ്ങളാണ്. യഥാർത്ഥ ആരാധന എന്നെ ദൈവം പഠിപ്പിച്ചത്, വിളിച്ച ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞവൻ അങ്ങോട്ട് കൊടുക്കുന്നത് ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാന്നറിയാതെ കൈയടിച്ചിട്ട് കാര്യമില്ല. ദൈവം ആരാന്നറിയാതെ കടുക് പൊട്ടുന്ന അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും തിയോളജി അറിയണ്ട, എസ്കറ്റോളജി അറിയണ്ട, ന്യൂമറ്റോളജി അറിയണ്ട. ഇന്ന് രാത്രി കുറഞ്ഞ പക്ഷം നിന്നെ വിളിച്ച ദൈവം ആരാണെന്ന് നീ ഒന്ന് യഥാർത്ഥമായി അറിഞ്ഞിട്ട് ആരാധിക്കാൻ തയ്യാറായാൽ സന്തോഷമുള്ളവർ ദൈവത്തെ ആരാധിക്കണം. നിന്നെ വിളിച്ച ദൈവം ആരെന്നറിഞ്ഞിട്ട്, ഓ ശുഡര മനഗ രഗനെ രഗൽഖന ധൂഡബല ബച്ചസ്യ ഹല്ലേലൂയ. ദൈവം ആരാന്നറിഞ്ഞവനോട് ഞാനിവിടെ നിന്നുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ശരിയായില്ല, ഒത്തില്ല, ഉറക്കപ്പറ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഒത്തോ ഒത്തില്ലോ തീരുമാനിക്കാൻ ഇവനാണോ ദൈവം? നിന്റെ ഹല്ലേലൂയ ഒത്തോ ഒത്തില്ലോ എന്ന് പറയാൻ ഞാനല്ലല്ലോ ദൈവം. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളല്ല പറയണ്ടേ? മനസ്സിലാകുന്നുണ്ടോ? നീ ഉഴപ്പി ഹല്ലേലൂയ പറഞ്ഞത് ദൈവം ആരാന്ന് നിനക്ക് പിടികിട്ടിട്ടില്ല. നിന്റെ വിടുതലിന്റെ ആഴം മറന്നുപോയി. നിന്റെ കുടുംബത്തിൽ ചെയ്ത ദൈവപ്രവൃത്തി മറന്നുപോയി. നീ അത് മറന്നിരിക്കുന്നതുകൊണ്ട് ആരാധന വെളിപ്പെടാത്തെ. ഈ രാത്രി ചെയ്ത നന്മ ഒരു നിമിഷം ഓർത്താൽ നിനക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഏറ്റെടുക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവമാരെന്നറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നത് ആരാധന. ഓ വിടുതൽ എന്നാന്ന് പറയട്ടെ. ആരാധിക്കുന്നവൻ ആരാന്നറിഞ്ഞിട്ട് ആരാധന സ്വീകരിച്ചവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന വിടുതൽ. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും തമ്മിലൊന്നും വലിയ പരിചയമില്ലെങ്കിലും മുഴുവൻ പുള്ളികളെ അറിയാവുന്ന ഒരാളിനകത്തുണ്ട്. ഹല്ലേലൂയ. അവന്റെ സ്തോത്രം എന്നാണെന്നും സൂത്രം എന്നാണെന്നും എല്ലാം അറിയാവുന്ന ഒരാൾ നടുവിൽ നിലകൊള്ളുകയാ. അവൻ്റെ അത് നിന്നെ നന്നായിട്ട് അറിയാം. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. നീ ആരാന്നറിഞ്ഞിട്ട് നിന്റെ ആരാധന സ്വീകരിക്കുന്നവൻ ഇങ്ങോട്ട് തരുന്നതാണ്. ഹല്ലേലൂയ. വിടുതൽ ഏറ്റെടുത്ത് ഈ രാത്രി വിടുതൽ പ്രാപിക്കാതെ ആരും മടങ്ങരുത്. ഓ റബ ശാന്തരാധന. നമ്മൾ വായിച്ച വേദഭാഗം 7 ഒരുവനായ സ്തേഫാനോസിന്റെ ആദ്യത്തെയും ഒടുക്കത്തെയും കൂടെ പ്രസംഗം. ഒരഹല്ലേലൂയ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയിലോ പുറപ്പാടിലോ ഒന്നുമില്ലാത്ത ഒരു സംഭവം ആത്മാവും ജ്ഞാനവുമുള്ള സ്തേഫാനോസ് പറയുകയാണ്. ആരംഭ പുസ്തകത്തിൽ ഇല്ലിത്. പക്ഷെ ആത്മാവും ജ്ഞാനവുമുള്ള 7 പേരിൽ ഒരുത്തൻ പറഞ്ഞു, സഹോദരന്മാരായ പിതാക്കന്മാരെ,
നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തൊട്ടേ അറിയത്തുള്ളല്ലോ, അതിനപ്പുറത്തും ചരിത്രമുണ്ടെന്ന്. സ്വതന്ത്രം പറയണം. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഇന്നലകളുണ്ട്, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഇന്നുകളുണ്ട്, എനിക്കും നിങ്ങൾക്കും അറിയാത്ത നാളുകളുണ്ട്. എല്ലാം അറിയുന്ന ഒരുത്തനായി ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാളുകളെ അറിയുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? മക്കളെ, ഒരു വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിന്റെ 41 വായിച്ചേ, വേഗം വായിച്ച്. എന്നോട് അനികുഞ്ഞ് ശവമേലി പാസ് പറഞ്ഞിങ്ങനെ 1.5 മണിക്കൂറുണ്ടെന്നാണ്. നമ്മുടെ പി ജി ശവമേലച്ചായൻ വന്നപ്പോഴേ പറഞ്ഞു 1.5 മണിക്കൂറുണ്ടെന്ന്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ ആവേശം നിൽക്കുകയാണ്. നിങ്ങൾ ക്ഷീണിക്കല്ല, ഞാനും ക്ഷീണിക്കത്തില്ല. ഉറക്കെ ഒന്ന് വായിച്ചാ. ആ 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 ആ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. വായിച്ചോണ്ടിരിക്കുക, ഇങ്ങോട്ട് നോക്കിയാൽ വായിച്ചോണ്ടിരിക്കുകയല്ല. ലോകം കണ്ടതി വെച്ച് ഏറ്റവും വലിയ ഒരു റാലി നടക്കുക. നമ്മുടെ ഈ വയനാട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രിയങ്കയൊക്കെ വന്നപ്പോൾ നടന്നതുപോലെ നാടിളക്കിയുള്ള ഒരു ജാഥ വരിക. ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. വാഹനം ഇന്നോവ കാറും ഓടിയൊന്നുമല്ല, ഒരു കഴുതയുടെ പുറത്താണ്. സ്തോത്രം. അവിടെ കൊടിയും ബലൂണും ഒന്നുമില്ല. പകരം അവരോടെ വസ്ത്രം ഊരി കഴുതക്കൂട്ടിൻ്റെ മണ്ടയ്ക്ക് ഇട്ടു. മിച്ചം വന്നത് കുറച്ച് ഓട്ടി വിരിച്ചു. വസ്ത്രമില്ലാത്തവരെല്ലാം അവിടെ കയറി ഒലിവിലയുടെ കമ്പ് ഓടിച്ചു, ബാക്കി കുരുത്തരി ഒട്ടി. എന്നിട്ട് അവരെല്ലാം കൂടെ അന്നത്തെ മുദ്രാവാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്ന് പറഞ്ഞ് ഓശാന പാടുക. അന്നേരം ഏറ്റവും സന്തോഷിക്കേണ്ടത് ആരാ? ഒന്ന് പറഞ്ഞേ. യേശുവ. ഇത്രയും വലിയ ആഘോഷകരമായ ജാഥ കർത്താവിന് വേണ്ടി കർത്താവിനെ പുകഴ്ത്തി ദാവീദ് പുത്രൻ ഓശാന പാടുമ്പോൾ യേശു മാത്രം കരയുക. ഇത് ലാസറിന്റെ കല്ലറയ്ക്കലെ കരച്ചിലല്ല, ഇത് നയീനിലെ വിധവയുടെ കൊച്ചി ചത്തപ്പളത്തെ കരച്ചിലല്ല, ഇത് യായിറോസിന്റെ മോൻ ചത്തപ്പളത്തെ കരച്ചിലല്ല. ഹലോ, ഈ കരച്ചിൽ അവൻ അത് കണ്ടു. ഇവരിത് കണ്ടോണ്ടാ ബഹളം വെക്കുന്നത്. ഇവര് കഴുതയും കുരുത്തോലയും ഈന്തപ്പനെയും റോഡും യേശുവിനെയും കണ്ടു. അവർ ഇത് കണ്ട് ബഹളം വെച്ചപ്പോൾ യേശു അത് കണ്ടു. യേശു അതിനെക്കുറിച്ച് കരഞ്ഞു. ഇപ്പോൾ യേശുവിനൊരു 33.5 വയസ്സ്. ഒരല്ലേ പറഞ്ഞേ, ഇനിയൊരു 33.5 വർഷം കൂടെ കഴിഞ്ഞിട്ട് തീത്തോസ് കൈസർ എന്ന് പറഞ്ഞ ഒരു ഭീകരനായ ഭരണാധികാരി തന്റെ വലിയ പടക്കൂട്ടവുമായി 147 ദിവസം നീണ്ടു നിൽക്കിയ ഒരു യുദ്ധത്തിനായി യെരൂശലേമിലേക്ക് വരുന്നു. യെരൂശലേമിനെ പിടിച്ചടക്കുന്നു. 6 ലക്ഷം യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. അതിലധികം ആളുകളെ പ്രവാസിയായി പിടിച്ചോണ്ട് പോന്നു. അവർ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയരുന്നു. യേശു പ്രസംഗിച്ച പള്ളി, യേശു പുസ്തകം വായിച്ച പള്ളി കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിയുന്നു. ഗർഭിണികളുടെ വയർ വാളുകൊണ്ട് പിളരുന്നു. പിറക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്നു. ഈ ഭീകരമായ കാഴ്ച യേശു കണ്ടു. ഇവർ ഓശാന കണ്ടു, യേശു അത് കണ്ടു. എന്റെ കൂടാണ് എല്ലാവരും. ഇന്ന് രാത്രിയിലെ നാളത്തെ കാണുന്ന ഒരു യേശു ഇവിടെയുണ്ട്. നിന്റെ കണ്ണിന് വെളിപ്പെടാത്ത, നീ അറിഞ്ഞിട്ടില്ലാത്ത നാളുകളെ കാണുന്ന, ഏറ്റെടുക്കുന്ന ദൈവത്തെ ആരാധിക്കണം. നാളുകളെ കാണുന്ന യേശു അത് കണ്ടു. ഹല്ലേലൂയ. ഈ രാത്രി 9 മണി കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവരുന്ന് കൈപൊക്കി. പക്ഷെ 3.5 പതിറ്റാണ്ട് കഴിഞ്ഞ് നടക്കുന്ന അവൻ കണ്ടു.
എന്നാലും ഈ തീത്തോസ് കൈസർ ജനിച്ചു എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. എന്നിട്ട് നമ്മുടെ ആൾക്കാരല്ലേ പദം പറഞ്ഞ് കരയാന്ന് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. യേശു പറയുകയാണ്, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഒരു കോഴി കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ ചേർക്കുന്ന പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നറിയാമോ? നിനക്കോ മനസ്സായില്ല. കാരണം നിന്റെ കണ്ണ് കുരുടായിപ്പോയി, നിന്റെ കണ്ണ് തിമിരം വന്നു പോയി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ 33.5 വർഷം കിഴക്കോട്ടും പടിഞ്ഞാറോടും നിന്റെ ഇടയ്ക്കൂടെ നടന്നിട്ട് നീ സന്ദർശനം അറിഞ്ഞില്ല. സ്വോത്രം പറയണം. നമുക്കൊരു കുഴപ്പമുണ്ട്, ബന്ധിക്കോസുകാർക്ക് 2-3 ഭാഷ നമ്മൾ പഠിച്ചു പോയി. പോരാട്ടം, ബന്ധനം, കെട്ട് എന്നെല്ലാം പഠിച്ച കൊണ്ട് എല്ലാം പോരാട്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആട്ടിത്തുപ്പി വിടുക. ചിലതൊക്കെ സന്ദർശനമായിരുന്നു. സ്വോത്രം പറഞ്ഞില്ല. അയ്യോ, അത് ആ അപകടം ഒരു സന്ദർശനമായിരുന്നു, ആ കടഭാരം ഒരു സന്ദർശനമായിരുന്നു, ആ ജോലി പോയതൊരു സന്ദർശനമായിരുന്നു, ആ കൊച്ചിൻ്റെ രോഗം ഒരു സന്ദർശനമായിരുന്നു. അത് പോരാട്ടമല്ലായിരുന്നു, അത് ബന്ധനമല്ലായിരുന്നു, അത് പിശാചിനെ കെട്ടല്ലായിരുന്നു. പക്ഷെ നീ കാര്യം വിവേചിക്കാതെ എല്ലാത്തിനെയും ആട്ടിത്തുപ്പി വിട്ടു. ഇന്ന് രാത്രി എല്ലാം ആട്ടിത്തുപ്പി വിടല്ലേ. ചിലതൊക്കെ ദൈവത്തിന്റെ സന്ദർശനമോ. ഏറ്റെടുക്കുന്നവർ ഈ രാത്രി ആരാധിക്കാതിരിക്കരുത്. ഇന്ന് രാത്രി അതൊക്കെ ദൈവത്തിന്റെ സന്ദർശനമോ. ഓ, നല്ല ഹല്ലേലൂയ പറയണം. ഏതോ പ്രവാചകൻ തിരുവനന്തപുരത്തുനിന്നു എങ്ങാണ്ട് വന്ന് പറഞ്ഞു അത് പോരാട്ടമാണ്. അത് പോരാട്ടമല്ലായിരുന്നു, ദൈവത്തിന്റെ സന്ദർശനമായിരുന്നു. പക്ഷെ നിന്റെ കണ്ണ് കുരുടാക്കിയോണ്ട് നിനക്കത് മനസ്സിലായില്ല. 33.5 വർഷം ഞാൻ ഈ പള്ളിക്കകത്ത് വരുവേം പോവുകയും ചെയ്തു. നിന്റെ ഇടയ്ക്ക് വളഞ്ഞു നിന്ന് അമ്മച്ചി ഞാൻ നൂർത്തു. നിന്റെ ആ സോദരകാഴ്ച ഉണ്ടാട്ടിയിട്ട് അതിങ്ങനെ കൈ പറഞ്ഞിരുന്ന ചെറുക്കൻ്റെ കൈ ഞാൻ നൂർത്തു. ഹലോ, എൻ്റെ കൂടെ ഒന്ന് വരണം എല്ലാവരും. ഞാൻ ഈ പള്ളി വന്ന് ഈ സ്റ്റേജിൽ കയറി പുസ്തകം വായിച്ചു, നീ അറിഞ്ഞില്ല. പക്ഷെ കാട്ടിക്കിടന്ന വിദ്യാഭ്യാസമില്ല, BTH ഇല്ല, CTH ഇല്ല, MDH ഇല്ല, ഡോക്ടറേറ്റും ഇല്ല. ആടിനെ തെറ്റി കാട്ടിക്കിടന്ന സന്ദർശനം അറിഞ്ഞു. അവനെ രാത്രി തന്നെ പോയി വെച്ച് കണ്ട് സന്തോഷിച്ചു. സ്വോത്രം പറയണം. വിദ്യാഭ്യാസമുള്ളവൻ അറിഞ്ഞില്ല, പക്ഷെ കാട്ടിക്കിടന്ന ആട്ടിടയന്മാർ അറിഞ്ഞെന്ന്. പള്ളിയുടെ മൂലയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്ന വയസ്സനായ ശിമയോൻ അറിഞ്ഞ സന്ദർശനം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കന്യാകാലം കഴിഞ്ഞ് വിവാഹം ചെയ്ത് ഭർത്താവിന്റെ കൂടെ 7 വർഷം ജീവിച്ച് 84 വർഷം വിധവയായ അമ്മച്ചി അറിഞ്ഞു. 108 വയസ്സുള്ള അമ്മച്ചി സന്ദർശനം അറിഞ്ഞു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. നാട്ടുകാര് മുറിക്കകത്തിട്ട് പൂട്ടി രക്തസ്രാവാന്ന് പറഞ്ഞ് 12 വർഷം ഒരു പെങ്കൊച്ചിനെ നല്ല യൗവനം മുഴുവൻ പൂട്ടിക്കെട്ടി കിടക്കുക. അവക്ക് തിന്നാൻ വേറെ പാത്രം, അവക്ക് ധരിക്കാൻ വേറെ തുണി, അവക്ക് പോകാൻ വേറെ ബാത്റൂം, അവക്ക് പള്ളിയിൽ പോകാനൊക്കത്തില്ല. പക്ഷെ പഠിക്കൂടെ പോയ സന്ദർശനം അവൾ അറിഞ്ഞു. നാട്ടിലെ പ്രമാണി അറിഞ്ഞില്ല, അവള് സന്ദർശനം അറിഞ്ഞു. ഇന്ന് രാത്രി നീ സന്ദർശനം അറിയണം. നിന്റെ കൂടെ ഭവനത്തിൽ വെളിപ്പെടുന്ന യേശുവിന്റെ സന്ദർശനം തിരിച്ചറിയാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ചില വിഷയങ്ങളുടെ പുറകിൽ ചില ദൈവിക ദൂതുകൾ വെളിപ്പെടുമ്പോൾ നീ ഓർത്തോണം, അത് ദൈവത്തിന്റെ സന്ദർശനമോ. കണ്ണുള്ള പലര് വച്ച സന്ദർശനം അറിഞ്ഞില്ല. പക്ഷെ കണ്ണില്ലാത്തവൻ ചോദിച്ചു ആരാ പോന്നേ? അവർ പറഞ്ഞു നസറേനായ യേശുവാ പോന്നേ. അവൻ ഒറ്റ വിളി, അവൻ സന്ദർശനം തിരിച്ചറിഞ്ഞു. കൂടെ പോയ പുരുഷാർത്ഥത്തിനൊന്നും മനസ്സിലായില്ല, അവൻ അറിഞ്ഞു. അവൻ ഒറ്റ വിളി, ദാവീദ് പുത്രാ. ഓ, എപ്പോഴും എരിയോബ് കൂടെ വരത്തില്ല, എപ്പോഴും നിന്റെ മുന്നേ കൂടെ കടന്നു പോത്തുമില്ല. പക്ഷെ ഇന്ന് കടന്നുപോയി. കടന്നു പോയപ്പോൾ അവൻ സന്ദർശനം അറിഞ്ഞു. സന്ദർശനം അറിഞ്ഞപ്പോൾ അലറി വിളിച്ചു. അലറി വിളിച്ചവന്റെ കെട്ടഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ വിടുതലിന്റെ രാത്രിയാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. സന്ദർശനത്തെ തിരിച്ചറിഞ്ഞിട്ടോ.
പിതാക്കന്മാരും സഹോദരന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഖാരാനിൽ വന്ന് പാർക്കും മുമ്പേ അങ്ങ് മെസൊപ്പൊട്ടേമിയയിൽ ഊരിലായിരിക്കുമ്പോ തന്നെ ആരെ കണ്ടു? എല്ലാരും പറഞ്ഞേ, തേജോമയനായ ദൈവത്തെ. ഒരു സ്തോത്രം പറയണം. നിങ്ങൾ കണ്ട ദൈവത്തിന്റെ രൂപം ഒന്ന് പറയാമോ? ബന്ധുക്കോസിലായിട്ട് കുറെ വർഷമായല്ലോ. എന്നോട് മുഷിയല്ലേ? ഏതെങ്കിലും ഒരു രൂപം കണ്ടോ? ചൊറി മാറ്റി, ക്യാൻസർ മാറ്റി, പനി മാറ്റി, ചുമ മാറ്റി, അങ്ങനെ വന്നതല്ലാതെ ദൈവത്തെ കണ്ടിറങ്ങിയാരുണ്ട്? അബ്രഹാം പനി മാറിയപ്പോ രക്ഷിക്കപ്പെട്ടെന്നല്ല കേട്ടോ. വിഗ്രഹം കിടന്നടിവിരിക്കുമ്പോൾ ഒരു പുതിയ ദൈവം, പെയിന്റ് അടിച്ച ദൈവമല്ല, ആർട്ടിഫിഷ്യൽ ദൈവമല്ല. ഹലോ, തേജോമയനായ ദൈവം. ഇന്ന് രാത്രി നീ കാണാതെ പോകരുത്. അവൻ ഈ യോഗത്തിലെ ആദ്യത്തെ 2 പേര് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് കണ്ടൊരു ദൈവമുണ്ട്. തേജോമയനായ ദൈവത്തെ കണ്ട അബ്രഹാം കുറെ കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് വിട്ടു. ദേശം വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനം വിട്ടു, ആ കൽദയ പാരമ്പര്യം വിട്ടു, കൽദയ ആരാധന വിട്ടു, എല്ലാം വിട്ടിട്ട് ഇറങ്ങിത്തിരിച്ചു. തേജോമയനായ ദൈവത്തെ കണ്ടോനോട് വിടണമെന്ന് പറയണ്ട, വിടും. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ കാണാഞ്ഞുകൊണ്ട് വിട്ടതെല്ലാം ഇപ്പൊ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു മനുഷ്യത്വം കാണിക്കണ്ടേ? രക്ഷ സർവ്വലൗകികമല്ലേ? അവൻ അങ്ങനെ 2 കെട്ടിയെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കളയാനൊക്കോ? നമ്മുടെ ചെറുക്കനല്ലേ? അവൻ ഇച്ചിരി സ്മോൾ അടിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പുറത്താക്കാനൊക്കോ? പണ്ട് കാന്താരി മൂട്ടിച്ചനൊക്കെ പുറത്താക്കി, അത് പണ്ട്. ഇപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡായി AC ഒക്കെ ഇട്ട് നല്ല സംവിധാനത്തിലല്ലേ? ഒന്നും മിണ്ടുന്നില്ല. നമ്മളെല്ലാമായിട്ടും അങ്ങ് താതാമ്യപ്പെട്ട ആര് വന്നാലും എടുക്കാനും ഒക്കെ നമ്മൾ റെഡിയായി. സ്തോത്രം. ഇപ്പൊ എല്ലാവർക്കും ഇച്ചിരി ഇട്ടാൽ എന്താ? ഇടലെന്ന് ഇവിടെ എഴുതിയേക്കുന്നേ. ഇച്ചിരി അടിച്ചാലെന്നാ, ഇച്ചിരി പെരട്ടിയാലെന്നാ, ഇച്ചിരി കണ്ട ആരാ ഇപ്പോഴത്തെ കാലത്ത് കാണാത്ത? ഹലോ, ഇത്ര വലിയ വിശുദ്ധരാരാ? എവിടെ ചെന്നു? ഉപദേശി പറഞ്ഞു അബ്രഹാമിനോട് എല്ലാം വിടാൻ പറഞ്ഞു. എടാ, തേജോമനായ ദൈവത്തെ കണ്ട പിന്നെ ആരും പറയണ്ട. അവന് മനസ്സിലായി അതിനെക്കാട്ടി വലിയ ഒന്നും ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. തേജോമയനായ ദൈവത്തെ കാട്ടി വലിയതൊന്നും ഇവിടെ ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ ഉണ്ടെന്ന് തോന്നിയതെല്ലാം വിട്ടു. ഇന്ന് രാത്രിയിൽ ഉപവാസത്തിന്റെ 5ാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് പ്രവചിച്ചു പറയുകയാ, നീ ചിലനോട് യാത്ര പറഞ്ഞേ മതിയാകൂ. ഹല്ലേലൂയ. പുള്ളി 100 വർഷവും തേജോമയനായ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യം അനുസരിച്ച് ദൈവത്തിന്റെ വെളിപ്പാട് മാറി. നിങ്ങൾ വായിച്ചേ, സമയം ഓടിപ്പോന്നല്ലോ. 14:19 തൊട്ട് വായിച്ചേ. 14:19 ഉൽപ്പത്തി 14:19 ഇല്ലേ? ആ ആ ഒരു സ്തോത്രം പറഞ്ഞേ. തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ച അബ്രഹാമിന് ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി.
ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഉണ്ടായ പ്രശ്നം. സ്തോത്രം. ഈ പ്രശ്നത്തിനകത്ത് പോയി ഇടപെടുമ്പോൾ ദൈവത്തോടൊന്ന് ചോദിക്കാൻ വെയിറ്റ് ചെയ്തില്ല, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ദാവീദ് ചോദിച്ച പോലെ ചോദിച്ചില്ല പുള്ളി. ഈ രക്തബന്ധത്തിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. സ്തോത്രം. അപ്പനില്ലാത്ത മകനെ പോലെ താൻ സ്നേഹിച്ച തൻ്റെ സഹോദരൻ്റെ മകൻ ലോത്തിനെയും ഭാര്യയും പിള്ളാരെയും സ്വത്തുക്കളും കൊണ്ടുപോയെന്ന് കേട്ടപ്പോൾ മുൻപും പിൻപും നോക്കാതെ ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തു. സ്തോത്രം. പുറകെ കേസ് വരുമെന്നോ പോലീസ് വരുമെന്നോ കോടതി കയറേണ്ടി വരുമെന്നോ ഓർത്തില്ല, അങ്ങ് ഇറങ്ങിയതാ. പ്രൈസ് ദി ലോർഡ്. 5 രാജാക്കന്മാർക്കെതിരെ 4 രാജാക്കന്മാർ ഒന്നിച്ചുകൂടി വന്ന വലിയ വിഷയത്തിൽ വീട്ടിൽ ജനിച്ചു വളർന്ന 312 അഭ്യാസിയെ കൊണ്ടുപോയി അടിച്ച് നൂർത്ത് അപകരിച്ചുകൊണ്ട് പോയെല്ലാം തിരിച്ചു പിടിച്ച് പുള്ളി ജയാളിയായിട്ട് വരികയാണ്. സ്തോത്രം. വന്നു കഴിഞ്ഞു, മൽക്കീസേദെക്ക് വന്നു, ദശാംശമൊക്കെ കൊടുത്തു, കർത്തൃമേശയിലും പങ്കാളിയായി, അതൊന്നും വിവരിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് പുള്ളി വീട്ടിൽ വന്നപ്പോഴായടാ ഞാൻ വിഷയത്തിൻ്റെ പുറകെ പോയി, ലോത്ത് അവൻ്റെ വീട്ടിലും പോയി, ഭാര്യ കൂടെയും പോയി, പിള്ളേരും പോയി, ഇനി ഞാൻ നാളെ ഇവന്മാരുടെ അവിടെ 5 കൂടെ വന്നാൽ, ഈ 5 രാജാക്കന്മാരും കൂടെ വന്നാൽ ഞാൻ ഗതികേടിലാകുമെന്ന് പുള്ളി ചിന്തിച്ചത് എപ്പോഴാ? ഹലോ. അപ്പം പുള്ളി വാസ്തവത്തിൽ ഭയപ്പെട്ടു പോയി. എന്നേരം എടുത്ത് ചാടി ഇതൊക്കെ വെട്ടൊന്നേ മുറിരണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചെങ്കിലും ഇപ്പം പുള്ളി ഭയപ്പെട്ടു. ഉടനെ മെസൊപ്പൊട്ടോമിയിൽ വെളിപ്പെട്ട ദൈവം വെളിപ്പെട്ടു. ഇപ്പം വെളിപ്പെട്ട ദൈവത്തിൻ്റെ പേര് ഉന്നതനും മീതെ ഒരു ഉന്നതനും അതിനു മീതെ. ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച ദൈവത്തിൻ്റെ ഇടപെടലേ. സ്വത്രം പറഞ്ഞില്ല, മെസൊപ്പൊട്ടോമിയിൽ ഇറങ്ങാൻ തേജോമയനായ ദൈവം മതി. പക്ഷെ വലിയ യുദ്ധത്തിന്റെ വെല്ലുവിളി കാതിൽ മുഴങ്ങി ഭയപ്പെട്ടിരിക്കുമ്പോൾ വെളിപ്പെട്ട ദൈവം പറഞ്ഞു, എടാ കുഞ്ഞെ, ഞാൻ അത്യുന്നതനായ ദൈവമാ. ഇന്ന് രാത്രി നീ ഫേസ് ചെയ്യുന്ന ഏത് വിഷയത്തിന്റെ മുകളിലുള്ളവനാ നീ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ദൈവം പറഞ്ഞു, ഞാൻ ആരാന്നറിയാമോ? ഞാൻ അത്യുന്നതനായ ദൈവമാ. ഓ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പതുക്കെ പ്രായമാകാൻ തുടങ്ങി. 75 85 85 95 95 99. സ്തോത്രം. എന്നേരം 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പിന്നെയും ദൈവം വെളിപ്പെട്ടു. ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ പേര് പിന്നെയും മാറി. മെസൊപ്പൊട്ടോമിയിൽ ആരാണ്? ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിൽ ആരാണ്? ഇപ്പം തൊക്കും ഒക്കെ ഒന്ന് ചുളുങ്ങി, 99 വയസ്സായില്ലേ. സ്തോത്രം. കയ്യിലൊക്കെ ഒന്ന് മുറുക്കി പിടിക്കാമേ പാമ്പിന്റെ പടം പൊള്ളുന്ന പോലെ തൊലിഞ്ഞ് പൊറിഞ്ഞു പോലും, അതുപോലുള്ള പരുവത്തിലായി. സ്തോത്രം. പുള്ളിക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായി, പുത്രോത്പാദന ശേഷി, എൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീകൾക്കുള്ള കഴിവെല്ലാം പോയി. 2 കഴിവ് നഷ്ടപ്പെട്ടവരായിട്ട് വീട്ടിലിരിക്കുമ്പോൾ മെസൊപ്പൊട്ടോമിയിൽ വെളിപ്പെട്ട ദൈവം പറഞ്ഞു, നിന്റെ കഴിവേ പോയിട്ടുള്ളൂ, ഞാൻ സർവശക്തനാ. സ്തോത്രം പറയണം. നിനക്ക് ഷുഗറായി, കൊളസ്ട്രോളായി, പിന്നെ യൂറിക് ആസിഡായി, ഹല്ലേലൂയ, നിനക്ക് മറ്റ് പല സുഖക്കേടുകളായി, ഹാർട്ടായി, ലിവറായി, കിഡ്നിയായി, ആകെ പ്രശ്നമായി, ഡയാലിസിസായി, ആകെ കുഴഞ്ഞു നിൽക്കുക. പക്ഷെ ഞാൻ ആരാന്നറിയാമോ? സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിന്റെ സാഹചര്യം അറിഞ്ഞ്, നിന്റെ ശരീരത്തിന്റെ അവസ്ഥ അറിഞ്ഞ്, എന്റെ ദൈവത്തിന്റെ പേര് മാറുന്നവനാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഏതവസ്ഥയിലുള്ളവനെയും ബലപ്പെടുത്താൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കി, ആള് ബലഹീനനായെന്നറിഞ്ഞപ്പോൾ വിളിച്ച ദൈവം വന്നത് ഒരു സാധാരണ ദൈവമായിട്ടല്ല. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഒന്ന് പറഞ്ഞേ. നിന്റെ പ്രതിയോഗി കേൾക്കട്ടെ, നിന്റെ എതിരാളിയായ ദുഷ്ടപിശാച് കേൾക്കട്ടെ, നിന്നെ മാനസികമായി തകർക്കുന്ന വ്യാപാരങ്ങൾ കേൾക്കട്ടെ. നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ പിൻഗമിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാ. ഓരാ ബാബാ ധീര ജഗദ രൗഷേ റിമനെ. ഹല്ലേലൂയ.
പക്ഷെ ഇപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടല്ല നിന്റെ മറുപടി താമസിക്കുന്നത്. ഞാൻ നിന്നെ വിളിച്ച് അന്നും സർവശക്തിയുള്ളവനാ, നിനക്ക് 99 ആയപ്പോഴും ഞാൻ ആരാ. പക്ഷെ നീ ഇതുവരെ എൻ്റെ അടുക്കൽ നിഷ്കളങ്കനായിട്ടില്ല. ഒരല്ലേലിയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പുറമേയുള്ള ക്ലീൻ ഷേവും വെള്ളയും നരച്ച മുടിയൊക്കെ കാണുമ്പോൾ എല്ലാം ക്ലീനാണെന്നൊക്കെ തോന്നിയാലും ഉള്ളറിയുന്ന ദൈവം ഇവിടില്ലേ? സ്തോത്രം പറഞ്ഞില്ല. ചിറക്ക് പുറമേ ഉള്ള വെളിപ്പുള്ള അകം മുഴുവൻ കറുത്തിരിക്കുക. കൈവൊക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പെറ്റാളിലേക്ക് വെള്ളം കൊടുക്കത്തില്ല, നാത്തൂനോട് മിണ്ടത്തില്ല, മക്കളെ തന്നെ 3-3 കാണുന്നത്. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം. ഇവിടെ വരുമ്പോഴത്തെ കയ്യടി കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇപ്പം പറക്കുമെന്ന്. അങ്ങനൊന്നും പറക്കത്തില്ല. ഒക്കെ നമ്മുടെ ചുമ്മാ ഉള്ള മൗഢ്യ ധാരണയാണ്. 99 ആയി, കഴിവ് കുറഞ്ഞപ്പം തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ഇനിയെങ്കിലും പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞു നിഷ്കളങ്കനായി നടക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ മറുപടി അല്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്കാണ്, പക്ഷെ നീ ഇതുവരെ എൻ്റെ സന്നിധിയിൽ ആരായിട്ടില്ല. ഓ ദൈവത്തിന് സ്തോത്രം. അടുത്ത അവൻ്റെ ദൈവിക വെളിപ്പാട് പിന്നെയും മാറുക. നിങ്ങൾ വായിച്ചേ 21 അധ്യായം 33 വായിച്ചേ. നിത്യദൈവമായ യഹോവ. ഒരു സ്തോത്രം പറഞ്ഞേ. ആരെ കണ്ട ഇറങ്ങിയേ? തേജോമയനായ ദൈവം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഈ ദൈവം ആരായി? അത്യുന്നതനായ ദൈവം. താൻ ശാരീരികമായും മാനസികമായും ബലഹീനായപ്പോൾ ഈ ദൈവം ആരായി? സർവശക്തിയുള്ള ദൈവം. ഇപ്പോൾ ഈ ദൈവം വെളിപ്പെട്ടേക്കുന്നത് ഞാൻ നിത്യ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി സേവിക്കുന്ന ദൈവം ആരെന്നറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിന്റെ ദൈവം എൻ്റെ ദൈവം നിത്യ ദൈവമോ. ഓ വിശ്വസികൾ നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഓരോ പ്രത്യക്ഷതയിലും അബ്രഹാം വ്യത്യസ്തതയാർന്ന ദൈവിക പദ്ധതികൾ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 13 അധ്യായത്തിന്റെ 14-15 അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം അവനെ വിളിച്ചിറക്കി വെളി കൊണ്ട് പറഞ്ഞു. ശേഷം മതി. വെളിപ്പെട്ട ദൈവം, എൻ്റെ കൂടെ ഒന്ന് വരണേ എല്ലാവരുമേ, വായിച്ചോണ്ടിരിക്കല്ലേ. വെളിപ്പെട്ട ദൈവം വാഗ്ദത്തങ്ങളെ കാണിച്ചു. വാഗ്ദത്തങ്ങളെ കേൾപ്പിച്ചെന്നല്ല, വാഗ്ദത്തെ കാണിച്ചു. നീ ഇറങ്ങി വന്നേ, നീ മേലോട്ട് നോക്കിയേ. സ്തോത്രം. നീ തലപൊക്കി ചുറ്റും നോക്കിയേ. അങ്ങ് പ്രാത്ത് നദി കണ്ടു. ഇങ്ങ് മഹാനദി കണ്ടു. അവിടം മുതൽ ഇവിടം വരെ. ഹലോ, നീ കാണുന്ന ഈ ദേശമെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. അബ്രഹാം വെളിപ്പെട്ട ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ തനിക്കും തന്റെ സന്തതിക്കും ലഭിക്കുന്ന വാഗ്ദത്തങ്ങളെ നോക്കിക്കണ്ടു. 2 15 അധ്യായം 5-6 വാക്യം വേഗം വായിക്കണം, സമയം ഓടിപ്പോന്നത് കൊണ്ട്. മതി. പിന്നെ അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. നീ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ കണ്ടു. നിന്റെ സന്തതി ഇതുപോലാകും.
ഒരുത്തൻ 80 വർഷം ഈജിപ്തിനെ ഭരിക്കും, ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കും, അത് കഴിഞ്ഞ് അടുത്തവൻ 40 വർഷം ഭരിക്കും, മൂന്നാമത്തവൻ 40 വർഷം ഭരിക്കും. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സിംഹക്കുഴിയിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വരും, അഗ്നികുണ്ഡത്തിൽ നിന്ന് 3 പേർ എഴുന്നേറ്റ് വരും. നിന്റെ മക്കൾ നക്ഷത്രങ്ങളെ പോലെയാകും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നിന്റെ പിള്ളേർ ആരാകും? BSc നേഴ്സാകും. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു പദമാണെന്ത്? യഹോവയായ ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു, നിന്റെ മോൻ BSc നേഴ്സാകുമെന്നല്ല പറഞ്ഞേ, നിന്റെ മകൻ ആ ഒറ്റ നോട്ടത്തിൽ ബേത്ലഹേമിന്റെ മുകളിൽ ഉദിച്ച യേശു എന്ന നക്ഷത്രം വരെ അബ്രഹാം കണ്ടു. നിങ്ങൾ സ്തോത്രം പറയണം. ഒറ്റ നോട്ടത്തിൽ തന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിക്കാൻ പോകുന്ന യേശു എന്ന ഉദയ നക്ഷത്രം വരെ അബ്രഹാം കണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തലമുറയെ നീ കാണണം. നിന്റെ തലമുറ ആരാകുമെന്ന് തലമുറ ജനിക്കും മുമ്പേ നിനക്കൊരു വെളിപ്പാടുണ്ടാകണം. സന്തോഷമുള്ളവരെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാവുള്ളൂ. Praise the Lord. Praise the Lord. നിന്റെ കൊച്ചിനെ നീ തലകൂണ് പോലെയും കാശുള്ള പാൻറ് മേടിച്ചിട്ട് 16 വെട്ടിക്കണ്ടിച്ച് പന്നിക്കൂട്ടിൽ നിന്ന് വരുന്ന ഉടുപ്പ് പോലെ ഉടുപ്പ് വിട്ട് വാള വരുന്ന നാറ്റം അവൻ്റെ മുഖത്തല്ല. ഹലോ, സ്വത്രം പറയണം, സ്വത്രം പറയണം. പ്രാർത്ഥിച്ച് ദർശനം കണ്ട അവൻ്റെ കൊച്ചി ലൗകികാതി പോത്തില്ല, അവൻ്റെ കൊച്ചി ലഹരിക്ക് അടിമയാകത്തില്ല. കാരണം അവൻ കൊച്ചുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിൽ ദർശനം പ്രാപിച്ചവനാണ്. ഇന്ന് രാത്രി തലമുറയെക്കുറിച്ചൊരു ദർശനം നിനക്കുണ്ടാകണം. എൻ്റെ തലമുറ നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന്. സന്തോഷമുള്ള മാതാപിതാക്കൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. നിന്റെ തലമുറ ആരാകുമെന്ന് തലമുറ ജനിക്കും മുമ്പേ. ഓ ദീപാരാമന ശാംധാരാധാര വൈഡാരാമന. നല്ല അല്ലല്ലേ പറഞ്ഞ്? പ്രാർത്ഥിച്ച് തലമുറയെ മേടിക്കണം, പ്രാർത്ഥിച്ച് തലമുറയെ പഠിപ്പിക്കണം, പ്രാർത്ഥിച്ച് തലമുറ കല്യാണം നടക്കണം. ആ കാര്യത്തിലൊക്കെ ഞാൻ ഹാഗാറിനെ വളരെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളെപ്പോലെ ഹതഭാഗ്യ വേറെ ആരുമില്ല. യജമാനത്തിൻ്റെ വാക്ക് കേട്ട് സ്വന്തം ഗർഭപാത്രം ആരാണ്ടര കൊച്ചിനെ വളർത്താൻ വാടകയ്ക്ക് കൊടുത്തോളാം. അവക്കൊരു താല്പര്യമുള്ള കേസല്ല, യജമാനത്തിക്ക് വേണ്ടി സമ്മതിച്ചു കൊടുത്ത. സ്തോത്രം. ഈ മനുഷ്യൻ മഹാമനസ്കനാണെന്നാണ് നമ്മൾ പറയുന്നത്. വഴിയെ പോകുന്നവനെ വിളിച്ചു കയറ്റി ഒരു കാളെ ഇറച്ചി കൊടുത്ത് അടയും കൊടുക്കുന്ന പുള്ളിയാണ്. എന്നാൽ പിന്നെ ഈ പെണ്ണുപിള്ളിയോട് അവിടെ ആ 312 അഭ്യാസി താമസിക്കുന്ന അപ്പുറത്തെ കോളനിയിൽ ഒരു ഷെട്ട് വെച്ച് താമസിച്ചോളാൻ പറഞ്ഞാൽ പോരായിരുന്നു? ഒരു ഇത്രയും മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിലേ ആ 318 അഭ്യാസി താമസിക്കുന്ന അപ്പുറത്ത് കോളനി ഉണ്ടല്ലോ, അവിടെ ഒരു ചെത്ത് കുടിൽ വെച്ച് താമസിച്ചോളാൻ പറഞ്ഞാൽ പോരെ? നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. അവള് പോട്ടെ, അവള് ദാസിയാണെങ്കിലും ഈ കൊച്ചിയടയല്ലേ. സ്തോത്രം. വലിയ അവതാരം ചെയ്ത ഒരു തുരുത്തി വെള്ളവും. സ്തോത്രം. ഒരു മരുഭൂമി കടന്നില്ല, അടുത്ത മരുഭൂമി ചെല്ലുന്നതിന് മുമ്പേ അത് തീർന്നു. ഹലോ, ഈ സാറ ഒരിക്കൽ പോലും ഹാഗാറിനെ ഹാഗാറെന്ന് വിളിച്ചിട്ടില്ല, ദാസി ദാസി എന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പ്രൗഢി, ദേശത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ദാസിയെ ദാസി ദാസി എന്നേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ സ്വർഗം പേര് വിളിച്ചു. എനിക്കതൊക്കെ ഇവിടെ വർണ്ണിച്ചാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. എടാ, ഇവിടുത്തെ മനുഷ്യനൊന്നും പേര് വിളിച്ചില്ലെങ്കിലും സ്വർഗം വിളിച്ചു. ഹാഗാറേ, ഇന്ന് രാത്രി ഉലകത്തിലാരും നിന്റെ പേര് വിളിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം നിന്റെ പേര് വിളിച്ചാൽ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം വിളിച്ച് ഹാഗാറേ. ഓ, നല്ല സ്തോത്രം പറയണം. വേദവസൂതി സാറ തൊട്ട് നമ്മളെല്ലാം കല്യാണത്തിനൊക്കെ വാഴ്ത്തി ഉയർത്തി പറയുന്ന റാഹേലും
ലേയും ഇസ്രായേൽ ഗ്രഹം പണിതൊക്കെ പറയുന്നിടത്തെങ്കിലും പേര് പറയാത്ത ആളാണ് ഹാഗാർ. പക്ഷെ ഈ അമ്മാമ്മമാരും ദൈവത്തിന് പേര് വിളിച്ചിട്ടില്ല. ദൈവത്തിന് പേര് വിളിച്ച ഒരു സ്ത്രീയെ ഈ പുസ്തകത്തിലുള്ളൂ. അത് ഈ പാവ പിടിച്ച അടിമപ്പെണ്ണ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ആണുങ്ങളിട്ട പേരാ. എൽഎലോഹീം, യഹോവ ഇരേ, യഹോവ ശമ്മ, പ്രൈസ് ദി ലോർഡ്, എൽ ഷദായി, ഇതെല്ലാം ആണുങ്ങളിട്ട പേരാ. പെണ്ണുങ്ങൾ ഒറ്റ പേരേ ഇട്ടുള്ളത്. ഹാഗാർ ഇട്ട പേരാ എൽ റോയ്, എന്നെ കാണുന്നവനെ. ഒരു സ്തോത്രം പറയണം, ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിന്നെ ആര് കണ്ടില്ലെങ്കിലും ഹാഗാർ പറയും, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എൽ റോയ്, ഇന്ന് രാത്രി ലോകത്തിനെ കണ്ടില്ലെങ്കിലും എന്റെ ദൈവം നിന്നെ കാണുന്നുണ്ട്. ഉറപ്പുള്ളവര് ആ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ പറയാൻ വന്നത് പറയട്ടെ. ഇവക്ക് വേണ്ടി ഉറവ തുറന്നു. ദൈവം പറഞ്ഞെടി ഹാഗാറേ, അയക്ക് 12 ഗോത്രപിതാക്കന്മാരുണ്ടായാൽ ഇവനിന്ന് 12 പ്രഭുക്കന്മാരെഴുന്നേക്കും. അവൻ 12 ഇവനും 12 ആയിരിക്കും. സ്തോത്രം പറ. ഒരു തുരുത്തി വെള്ളവും അടയും കൊടുത്ത് വിട്ടോണ്ട് പറയണം, ഇവന് ഒരു വലിയ ജാതിയാവും. ഇവനിൽ നിന്ന് 12 പ്രഭുക്കന്മാരെഴുന്നേക്കും. ഞാൻ ഈ തുറന്ന ഉറവ ജീവനുള്ള കാര്യത്തിൽ പറ്റത്തില്ല. സ്തോത്രം. ഈ രാത്രി പറയണമെന്ന്, ദൈവം നിന്നെ കണ്ടാൽ, അവൻ തുറന്നാൽ ഈ ഉലകത്തിൽ ആരും അടയ്ക്കത്തില്ല. സ്തോത്രം. അവിടെ ചെറുക്കൻ വളർന്നു. ഇനി എല്ലാ അമ്മാമ്മമാരും ശ്രദ്ധിക്കും. അവിടെ ചെറുക്കൻ തന്തയില്ലാത്ത ചെറുക്കൻ. നമ്മുടെ നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞ തെറ്റാണ്, ക്ഷമിച്ചേക്കണം. നാളെ പത്രത്തിൽ ഒന്നും ഇടല്ല, അതങ്ങ് മാറ്റിയേക്കാം. തന്തയ്ക്ക് വേണ്ടാത്ത ചെറുക്കൻ. അതിന് കുഴപ്പമില്ലല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. അത് കറക്റ്റ് അല്ലേ? ആ, അത് ഫേസ്ബുക്കിൽ വരത്തില്ലല്ലോ. തന്തയ്ക്ക് വേണ്ടാത്ത ഹാഗാറിന് വേണേ പറഞ്ഞാൽ മതി, മോനെ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ, നീ തന്നെ ഒന്ന് കണ്ടെടുത്തോ, ഞങ്ങളങ്ങ് നടത്തി തന്നേക്കാം. ഹലോ, പൂനായിലൊക്കെ കിട്ടുമല്ലോ. ചെന്നൈയിലാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണല്ലോ. ഹലോ, അത് കാതലിട്ടതോ കഴുത്തേലിട്ടതോ കുറി തൊട്ടതോ ലിപ്റ്റിക് അടിച്ചതോ തുണി ഉടുക്കാത്തതോ ഒന്നും വിഷയമല്ല, നീ കണ്ടെത്തിയാൽ മതി, ഞാൻ നടത്തി തന്നേക്കാം. അങ്ങനത്തെ ഇന്നത്തെ ബന്ധിക്കോസുകാരി തള്ളയല്ലായിരുന്നു ഹാഗാർ. നല്ല സ്തോത്രം പറയണം. ആ മുഖം വലിക്കാതൊരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഹാഗാർ പോയി ഇസ്മായേലിന് ഒരു ഭാര്യയെ കണ്ടെത്തി. അതാ യഥാർത്ഥ അമ്മ. എടാ, തന്തയ്ക്ക് വേണ്ടാത്ത നിന്നെ എനിക്ക്, നീ എവിടെയും പോയി കെട്ടുവോ കെട്ടാതിരിക്കോ, ജീവിക്കുവോ ജീവിക്കാതിരിക്കോ. ഹലോ അച്ഛാ, ഇന്നത്തെ ഹാഗാർ അറിഞ്ഞ അവനെ കൊണ്ട് 7 നാളിൻ്റെ മണ്ടക്കും താടിയനെ ചാടി 2 കൂടെ ചത്തേനെ, അല്ലെ കുമ്പഴ പാരത്തിൽ നാട്ടി ചാടിയനെ. ഹാഗാർ ചാടിയില്ല. ഹാഗാറിനെ അയക്കു വേണമെങ്കിലും ദൈവത്തിന് എന്നെ വേണം. സ്തോത്രം പറയണേ രാത്രി. ഹല്ലേലൂയ. അവൾക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല. അവൾ മിസ്രൈമി ദാസിയാ. പക്ഷേ ചെറുക്കൻ്റെ കല്യാണം അവളാ നടത്തിയത്. നല്ല തിറമുള്ള അമ്മയാണ്. അങ്ങനെ തിറമുള്ള ബന്ധുക്കൂസിലെ അമ്മമാരെല്ലാം കൂടെ സ്തോത്രം പറഞ്ഞു. 4 വർഷമായില്ലടെ പോട്ട് ഇതുവരെ ഒന്നും കണ്ടില്ല എന്ന് ചോദിക്കുന്ന വളിച്ച അമ്മയല്ല. നീ എന്തിനാ അമ്മയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അന്തരീക്ഷം പോവും. പുള്ളി ഒരുമാതിരി ഒപ്പിച്ചോണ്ട് വന്ന അതുകൂടി കൊണ്ട് കുളമാക്കിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ആരാ ഉത്തരവാദിത്തം എടുക്കണ്ടേ? വാസ്തവത്തിൽ അബ്രഹാം അല്ലേ? മറ്റൊരാളുടെ തലയെ കെട്ടിവെച്ച് മറ്റ് ഹാഗാർ പോയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉത്തരവാദിത്തം നീ വഹിച്ചോണം. സ്തോത്രം. പഠിച്ച് 33 ആയിക്കഴിഞ്ഞ് 43 ചെറുക്കനെ തപ്പിയാണെന്നൊരു കാര്യമില്ല. കെട്ടിക്കാൻ ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ കെട്ടിച്ചു വിട്ടോണം. പിന്നെ വേണേ പഠിച്ചോളൂ, അല്ലെ പഠിപ്പിച്ചോളൂ, അല്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കും. കറക്റ്റ് കാര്യമാണ്. സന്തോഷം ഉണ്ടല്ലേ സ്തോത്രം പറയാനുള്ളത്. പക്ഷെ ഇതൊക്കെ നമ്മളെല്ലാവരും ആരാ പറയുന്നത്? ഇതൊന്നും പറയാൻ ഇപ്പോൾ ആളില്ല.
ഇപ്പം കറുത്ത കാറ് കിട്ടുന്നു, ചുവന്ന പെണ്ണിനെ കിട്ടുന്നു, 3 നില വീട് കിട്ടുന്നു പറയുന്ന ആളാ. എല്ലാം തട്ടിപ്പാ. നീ സ്തുതിച്ച് ആരാധിച്ചോ, പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറില്ല. നിനക്ക് അപ്പനെന്ന നിലയിൽ ഒരു ദൗത്യമുണ്ട്, അമ്മ എന്ന നിലയിൽ ഒരു ദൗത്യമുണ്ട്. നിന്റെ ഉത്തരവാദിത്വം നീ മറ്റൊരാളുടെ തല കെട്ടിവെക്കല്ലേ. നല്ല സ്വോത്രം, സന്തോഷമുണ്ട് ഒരു സ്വോത്രം പറഞ്ഞ് കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ഒന്നാമത്തെ വിളിയിൽ വാഗ്ദത്തം കണ്ടു, രണ്ടാമത്തെ വിളിയിൽ നക്ഷത്രങ്ങളെ പോലെയുള്ള സന്തതിയെ കണ്ടു. കടൽക്കരയിലെ മണൽ പോലെ വേണമെന്ന് നീ തീരുമാനിച്ചാൽ അങ്ങനെ പൊക്കോളൂ. നാട്ടുകാരും ചവിട്ടി, വീട്ടുകാരും ചവിട്ടി. സ്തോത്രം. അല്ല, നിന്റെ മക്കൾ നക്ഷത്രം പോലാണോ നീ തീരുമാനിച്ചാൽ പറ. 3:18 വായിച്ചേ. ആ ആ ആ ആ ആ. അവിടെ എത്ര പേരാ വന്നേ? എങ്ങനെ വിളിക്കണ്ടേ? ന്യായമായിട്ട് വിളിക്കണ്ടേ? യജമാനന്മാരെ എന്നല്ലേ? അല്ലാണോ? എന്താ വിളിച്ചേ? നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ നമസ്കരിക്കുന്ന ആളല്ല പുള്ളി. ദൈവത്തിൻ്റെ കൂടെ 10 പേര് വന്ന് കാണും, അത് അബ്രഹാമിന് വിഷയമല്ല. ഹലോ, എൻ്റെ കൂടെ ആണോ എല്ലാവരും? സ്തോത്രം. വീട്ടിൽ വന്നത് 3 പേരാ. പക്ഷേ മമ്രയുടെ തോപ്പി ഇരിക്കുന്നതിനൊക്കെ മുമ്പേ മെസ്സപ്പൊട്ടോമി വെച്ച് കണ്ടൊരാളുണ്ട്. കണ്ടപ്പോഴേ അതാരാന്ന് മനസ്സിലായി. സ്തോത്രം പറയണം. അവനെ വിളിച്ചു, യജമാനനെ. നിലം വരെ കുനിഞ്ഞു, അടിയനെ കടന്നു പോകരുത്. ഒരു സ്തോത്രം പറയണം. വാഗ്ദത്തം നോക്കിക്കണ്ടവനെ, വാഗ്ദത്ത സന്തതിയെ കണ്ടവനെ വാഗ്ദത്തം ചെയ്ത ദൈവം കണ്ടു. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ 5-ാമത്തെ രാത്രിയിൽ നീ മറ്റൊന്നും കണ്ടില്ലെങ്കിലും നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്റെ കൂടാരത്തിൽ എഴുന്നള്ളാൻ തയ്യാറാ. വിശ്വസിക്കുന്നവന് മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ വാഗ്ദത്തങ്ങളെ നോക്കിക്കണ്ടത് മാത്രമല്ല, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഓ, 3 പേര് വന്നു, ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞു, പാദം വരെ കുനിഞ്ഞു. ആ ആളിനെ മാത്രം വിളിച്ചു, യജമാനനെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു പാസ്റ്ററെ വിളിച്ചാൽ കൂട്ടത്തിൽ ഡ്രൈവറും വരും, ചിലപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററും വരും, അല്ലേ? 3 പേരും കൊണ്ട് പ്രസംഗിച്ചോളാൻ പറയാം? ഇല്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പേര് വന്നു. പക്ഷെ അബ്രഹാം ഒരാളെ യജമാനനെ എന്ന് വിളിച്ചു. ആദ്യത്തെ വരവിൽ വാഗ്ദത്ത ദേശം കണ്ടു, രണ്ടാമത്തെ വരവിൽ വാഗ്ദത്ത സന്തതിയെ കണ്ടു. അന്നേരം ഈ വസ്തു കിട്ടിയിട്ടില്ല, ഈ പിള്ളേരുണ്ടായിട്ടില്ല. 3-ാമത്തെ വരവിൽ വാഗ്ദത്തം ചെയ്തവനെ കണ്ടു. ഓ, എനിക്ക് ഇന്നലെ അത് തുള്ളിച്ചാടിയാ കൊള്ളാവുന്നുണ്ട്. എത്ര പേര് അത് കൊതിക്കുന്നുണ്ട്? വാഗ്ദത്തം ചെയ്തവനെ, വാഗ്ദത്തം ചെയ്തവനെ. അവൻ വിശ്വസ്തനായ ദൈവമാ. ഇതിനകത്ത് ഒന്ന് കണ്ടവനെ വിളിക്കാൻ, യജമാനനെ ഒന്ന് വിളിക്കാൻ. ഓ, വീട്ടിൽ വന്ന 2 പേര് കാപ്പിയും കുടിച്ച് ആഹാരവും കഴിച്ച് വെച്ച് അവരടുത്ത ഡ്യൂട്ടിക്ക് പോയി. പക്ഷെ യജമാനെ എന്ന് വിളിച്ചവൻ പോയില്ല. അവൻ അവിടെ നിന്നു. അബ്രഹാം വിളമ്പി കൊടുത്തു വെച്ച് പുള്ളിയും പോയില്ല, പുള്ളി അവിടെ നിന്നു. സ്തോത്രം. എപ്പം വരെയാണെന്നറിയാമോ? പിറ്റേ ദിവസം വെളുക്കുന്നിടം വരെ. ഓ, ഹലോ, പത്രോസ് കൊതിച്ചായിരുന്നു കേട്ടോ. പത്രോസ് 3 വീടം കൊണ്ടാക്കി തന്നേക്കാം, എന്നാൽ ഈ സാന്നിധ്യം ഒന്നും മാറാതെ കണ്ടോണ്ടിരുന്നാൽ മതി. പക്ഷെ ഇരുന്നില്ല. പെട്ടെന്നൊരു മേഘം വന്ന് കണ്ടു, മേഘം വന്നു പോയി. പക്ഷെ അബ്രഹാമിന്റെ വീട്ടിൽ വന്നവൻ പോയില്ല.
ആ രാത്രി മുഴുവൻ സ്വത്രം പറയണം. ഇന്ന് രാത്രി ഒരു പേസ്വപ്നം പോലെ കണ്ടുമാറുമല്ല കേട്ടോ. ആ രാത്രി മുഴുവൻ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? ഈ 5-ാമത്തെ രാത്രിയിൽ നീ വാഗ്ദത്തം കേട്ടാ പോരാ, വാഗ്ദത്തം കണ്ടാ പോരാ, വാഗ്ദത്തം ചെയ്തവനെ കണ്ടിട്ട് അവനെ സൽക്കരിച്ച് അവന്റെ സന്നദ്ധിയിൽ തന്നെ ആ രാത്രി നിൽക്കുവാൻ. അഭിഷേകമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി ഒരു തേജസ്സിന്റെ മാറ്റുള്ള ആരാധന. ഈ ചില കഷ്ടതയും ചില ശോധനയും ഒക്കെ ദൈവസാന്നിധ്യം കാണാനാകും. 3 വർഷം സ്കൂളും ട്യൂട്ടോറിയൽ കോളേജും ഒക്കെ വാടകയ്ക്കെടുത്ത് ക്ലാസ് എടുത്ത് ഉപവസിച്ച് അർത്തമീസിൻ്റെ വേരോടെ വെട്ടി ഉച്ചി കുത്തി അവൾ വീണ് മന്ത്രവാദ പുസ്തകം 50,000 വെള്ളിക്കാശിൻ്റെ തീക്ക് കത്തിച്ച് സകല മന്ത്രവാദിയെ സ്നാനപ്പെടുത്തി സഭയെ ചേർത്ത് എല്ലാം കഴിഞ്ഞ് പൗലോസ് പോയപ്പോൾ ഒരു നൂറ്റാണ്ട് ഞാനിപ്പോൾ ചെല്ലക്കാട്ടിരിക്കുന്ന പോലെ ഭക്തനായ യോഹന്നാൻ ആ സഭയുടെ പാസ്സായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 1-ാമത്തെ സഭ എഫെസോസിലെ സഭയായി. ഒരു സ്വത്രം പറയണം. ഇത് കണ്ട പിശാചൻ കലയിളയിട്ട് ഉപദേശിയെ കൊണ്ടുപോയി വിഷം കുടിപ്പിച്ചു. ചാകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനെ തീക്കെത്തി അയാൾ തിളപ്പിച്ച് എണ്ണയ്ക്കകത്ത് മുക്കി. എന്നിട്ടും ചാകാഞ്ഞപ്പോൾ അവനെ നാട് കടത്തി. സ്തോത്രം. ഈജിയൻ കടലിടുക്കി പത്മോസിൽ പോയി കിടക്കുമ്പോൾ യോഹന്നാൻ തലയോട്ടി കണ്ടെന്നല്ല. സ്തോത്രം. കാലൻ പോത്തിന്റെ പുറത്ത് കയറും കൊണ്ട് വരുന്നേ കണ്ടെന്നല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. മുളയുടെ ഇടയിൽ കൂടെ പാമ്പ് കയറി പെരയുടെ ചുറ്റും മലിയുന്നേ കണ്ടെന്നല്ല. ആന പെരയ്ക്ക് ചുറ്റും നിന്നെ ഇട്ട് ഓടിക്കുന്നേ കണ്ടെന്നല്ല. മിണ്ടുന്നില്ല. പ്രൈസലോ. നീ ഇപ്പൊ 40 വർഷമായിട്ടും കാണുന്ന ആന പെരയ്ക്ക് ചുറ്റും നിന്നെ ഓടിക്കുന്നൊക്കെ അല്ലേ. പിന്നെ രാത്രി 12 മണിക്ക് കതച്ചോണ്ട് എഴുന്നേക്കുകയല്ലയോ. അതെങ്ങനെയാ പാസ് അറിഞ്ഞെന്ന്? ക്രൈസ്തലോ. അച്ഛാ, പത്മോസ് യോഹന്നാൻ കണ്ട ഇതൊന്നും അല്ല. മഹത്വപൂർണനായ യേശുവിനെ കണ്ടു. നിന്റെ കഷ്ടത തേജസ്സുള്ളവനെ ഒന്ന് കാണാൻ വേണ്ടിയാ. നിന്റെ ശോധന നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിൻ്റെ ഒരു പ്രത്യക്ഷത കാണാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആർക്കുമില്ലാത്ത വെല്ലുവിളി, ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ യേശുവിൻ്റെ മഹത്വം കാണാനാ. ഓ ഓ രക്തത്താലേ ജയം. നിങ്ങൾ നോക്കിയേ, യേശുവിനെ ഇതുപോലെ കണ്ടൊരു മനുഷ്യൻ വേറെയില്ല. സഹോദരി പുത്രനാ. സ്തോത്രം. മറിയയുടെ സഹോദരിയുടെ മകനാ. അപ്പം ജനനം മുതൽ അറിയാം. സ്നാനപ്പെട്ട യേശുവിനെ അറിയാം. പിശാചിനെ മരുഭൂമി ജയിച്ച യേശുവിനെ അറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ അറിയാം. വെള്ളത്തിൻ്റെ മേലിൽ കൂടെ നടന്ന യേശുവിനെ അറിയാം. മറുരൂപമലയിൽ തേജസ് പ്രാപിച്ച യേശുവിനെ അറിയാം. ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ അറിയാം. ക്രൂശിൽ ഗെത്സമനി രക്തമൊഴുകിയ യേശുവിനെ അറിയാം. ക്രൂശിൽ 3 ആണിയെ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ അറിയാം. ബിലാപുരം കുത്തിക്കീറിയ യേശുവിനെ അറിയാം. കല്ലറയെ വെച്ച യേശുവിനെ അറിയാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അറിയാം. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അറിയാം. ഇതുപോലെ യേശുവിനെ അറിയാവുന്ന വേറൊരാളില്ല. പക്ഷെ അവൻ ഇപ്പം കണ്ട യേശു മുടി ഹിമത്തേക്കാൾ വെണ്മ, മുഖം സൂര്യനേക്കാൾ ശോഭ, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത്, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുള്ളവൻ, നിലയങ്കി ധരിച്ചവൻ, നിലവിളക്കിന്റെ നടുവ് ഉലാവുന്നവൻ. ഓ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 7 പൊന്നക്ഷത്രങ്ങൾ കരങ്ങളിൽ പകിച്ചവൻ. പ്രതികൂലത്തിന്റെ വലിയ ഭീകരതയിൽ യേശുവിനെ കണ്ടു. വെറും യേശുവിനെ അല്ല, മഹത്വപൂർണനായ യേശുവിനെ കണ്ട മാത്രയിലെ പുള്ളി മരിച്ച പോലെ ആയിപ്പോയി. സ്വതന്ത്രം. ഇവന്റെ പ്രശ്നം മരണമാണ്. 100 വയസ്സാകാൻ പോവാ. എണ്ണയെ മുക്കിപ്പൊക്കുന്നു, വിഷം കുടിപ്പിക്കുന്നു, ഈജിയം കടലിലേക്കോട്ട് തള്ളുന്നു,
മരണമുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശു പറയാണ്, എടാ മോനെ, ഞാൻ മരിച്ചവനായിരുന്നടാ, നീ മരണമെന്ന് കേട്ടതല്ല ഉള്ളൂ. ഹലോ, നീ കുറച്ച് ദിവസമായിട്ട് മരണമെന്ന് കേൾക്കുന്നതല്ലേ ഉള്ളൂ. ഞാൻ ആ വിഷയത്തെ നേരിട്ടു. ഞാൻ മരിച്ചവനായിരുന്നു. നീ കേട്ടോ, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നല്ല ഹല്ലേലൂയ പറയണം. നീ ഏത് വിഷയത്തെ ഭയപ്പെടുന്നോ ആ വിഷയത്തെ ഞാൻ ജയിച്ചവനാ. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയോ. ഓ ഹല്ലേലൂയ. മോനെ, ഞാൻ മരണത്തെ ജയിച്ചെന്ന് മാത്രമല്ലടാ, നീ താക്കോല് കണ്ടോ? എടാ, പാതാളം ഞാൻ പൂട്ടി. പാതാളം പൂട്ടി. താക്കോൽ എൻ്റെ കയ്യിലാ. മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാ. നിങ്ങൾ സ്തോത്രം പറയണം. നീ ഭയപ്പെടുന്ന വിഷയത്തിന്റെ താക്കോല് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലല്ല, അത് എന്റെ കയ്യിലാണ്. ഇന്ന് രാത്രി നീ യേശുവിനെ കണ്ടവനെ ആരാധിക്കുമ്പോൾ അവന്റെ കയ്യിലാണ് നിന്റെ വിടുതലിന്റെ താക്കോൽ മുഴുവൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1-ാം അധ്യായത്തിൽ യേശുവിനെ കണ്ടു. 2-ഉം 3-ഉം അധ്യായത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത സഭയെ കണ്ടു. സ്തോത്രം. 4-ഉം 5-ഉം അധ്യായത്തിൽ സ്വർഗത്തിലെ ആരാധന കണ്ടു. സ്തോത്രം പറഞ്ഞില്ല. 1 യേശുവിനെ കണ്ടു, 2 സഭയെ കണ്ടു, 3 സഭയുടെ നാഥനായ കർത്താവിനുള്ള ആരാധന കണ്ടു. 6-ഉം 7-ഉം അധ്യായത്തിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയെ കണ്ടു. അത് ഈ രാത്രി വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. നിന്റെ വിടുതൽ കണ്ട് ദഹിക്കാതെ നടക്കുക. സഭയ്ക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയായ പിശാചിനെ കണ്ടു. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. 8 മുതൽ 18 വരെ ഇനി മേലാൽ സംഭവിക്കാനുള്ളത് കണ്ടു. ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 19-20 മണവാട്ടി സഭയെ കണ്ടു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തിൽ നീ കാണേണ്ടത് നിന്റെ ഭാവി പ്രത്യാശയാ. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. 22-ാം അധ്യായം, വേഗം നിർത്തട്ടെ. 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. മോളെ, വെളിപ്പാടല്ലേ മക്കളെ, നമ്മള് ഉൽപ്പത്തി നിൽക്കുക. അതിനിടയ്ക്ക് അങ്ങോട്ടൊന്ന് പോയെന്നേ ഉള്ളൂ. നമ്മൾ ഉൽപ്പത്തി 22:13. മിടുക്കി. മതി. 1 അവൻ വാഗ്ദത്ത ദേശം കണ്ടു, 2 അവൻ വാഗ്ദത്ത സന്തതിയെ കണ്ടു, 3 അവൻ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു, 4 അവൻ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടു. നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയം, കഴിഞ്ഞ 5 ദിവസവും ഞാനിരുന്ന, അതിന് മുമ്പത്തെ 7 ഇരുന്ന, അതിന് മുമ്പത്തെ 21 ഇരുന്ന, അന്ന് വന്ന പാസ് പറഞ്ഞു 2023 നടക്കുമെന്ന്. നടന്നില്ല. 24 നടക്കുമെന്ന്. 1.5 മാസം കൂടെ ഉള്ളു തീരാന്. ഇനി എന്ന് നടക്കാനാ എന്ന് വ്യാകുലപ്പെടുന്ന നിന്നോട് പറയുന്നു, നിന്റെ കാൽ ചുവട്ടിൽ, നീ വെച്ച യാഗപീഠത്തിന്റെ ചുവട്ടിൽ മറുപടി കുരുകിക്കിടപ്പുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ച് കണ്ണു തുറന്നാൽ നിന്റെ തലമുറയെ വെച്ച യാഗപീഠം തൊട്ടു പുറകിൽ ആ മറുപടി കൊമ്പ് കുരുങ്ങി കിടപ്പുണ്ട്, കൊമ്പ് കുരുമി കിടക്കുന്നുണ്ട്. നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? വാഗ്ദത്തം അകലെയല്ല, മറുപടി അകലെയല്ല. ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നിന്റെ മറുപടി കാൽച്ചുവട്ടിലുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രം, വിശ്വസിക്കുന്നവരെ മാത്രം. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തുവാ യഹോവ ഇല്ലെന്നുള്ളതിന്റെ അർത്ഥം? അല്ല, നമ്മളതൊക്കെ ചുമ്മാ പഠിച്ചു വെച്ചേക്കുക. ഒന്ന് വായിച്ചേ മോളെ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ അല്ലാതെ കിറ്റ് കിട്ടുമെന്നാണോ? ഹലോ, 5 കിലോ പച്ചരി, 1/2 കിലോ പയറും, 1/2 കിലോ പഞ്ചസാരയും, 1/4 കിലോ കാപ്പിപ്പൊടിയും, ഒരു തീപ്പെട്ടിയും 2 മെഴുകുതിരിയുള്ള നമ്മുടെ പിണറായി സാറിൻ്റെ കിറ്റ് കിട്ടുമെന്നാണോ? പാറ. യഹോവ ഇരെന്ന് പറഞ്ഞാൽ കരുതൽ കണ്ടെന്നല്ല. പർവ്വതത്തിൽ അവൻ ആ പദം ശ്രദ്ധിക്കണം. പർവ്വതം ആരുടെയാ?
യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാവും. നീ നിന്റെ മോനും കൂടെ കയറുന്ന പർവ്വതം നിനക്കേ അറിയത്തുള്ളൂ എത്ര കിലോമീറ്റർ പൊക്കമാണ്. പാസ്റ്റർക്ക് അറിയത്തില്ല. നിന്റെ പർവ്വതത്തിന്റെ പൊക്കം നിനക്കേ അറിയത്തുള്ളൂ. വിറക് ചുമ്മിക്കേറിയ ചെറുക്കനെ അറിയത്തുള്ളൂ. പക്ഷെ ആ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാവും. നീ ഏത് പർവ്വതത്തിലാണോ മകനുമായി തനിച്ചു കയറുന്നത്, ആ പർവ്വതം നെറുകയിലെത്തുന്നതിന് മുമ്പേ അവൻ പ്രത്യക്ഷനാകും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി നിന്റെ മറുപടി നീ നിൽക്കുന്ന പർവ്വതത്തിൽ പ്രത്യക്ഷനാകുമെന്ന് ഉറപ്പുള്ളവര്. ഓ ചൂടാബലാദര ജനാരകൽക്കമന വൈഡാരവശംദരേ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. നീ നിന്നോട് തന്നെ പറ, ആ പർവ്വതത്തിൽ ഞാനും എൻ്റെ തലമുറയും കൂടെ കയറി ചെല്ലുമ്പോൾ അവിടെ അവൻ പ്രത്യക്ഷനാവും. അവനാന്ന് കണ്ടാൽ നീ യാഗപീഠത്തെ വെക്കത്തൊന്നുമില്ല. നിനക്ക് യാഗപീഠത്തെ വെക്കാവുന്ന പരുവത്തിൽ അവൻ ആട്ടുംകുട്ടിയായിട്ട് വന്നതാ. ഹലോ, നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി അവൻ ആ പർവ്വതത്തിൽ ഒരാട്ടുംകുട്ടിയാകണമെങ്കിൽ ആകും. ഹലോ, ഇന്ന് രാത്രി എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ മറുപടി വെളിപ്പെടുന്ന ഒരാട്ടിൻകുട്ടിയായിട്ടാണെങ്കിൽ യഹോവയുടെ പർവ്വതത്തിൽ, നിന്നെ രാത്രി ദർശനം കാണിച്ച് കയറിയ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ. ശുഡാരാ ബാബാ ശംദരാദരാ വൈഡാരമന. ഓ, ഈ വചനമെല്ലാം നിങ്ങൾ റിസീവ് ചെയ്യണം. ഒരു ദൂത്, എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ സാക്ഷ്യം പറയാൻ പോയാൽ നമുക്ക് നിൽക്കത്തില്ല. എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കെല്ലാം അറിയാം. എനിക്ക് 3 പെൺപിള്ളേരാണ്. 3 പേരെയും കെട്ടിച്ചു. അതിൽ ഇളയ മോള് BDSൻ്റെ ഡോക്ടറാണ്. മറ്റ് 2 പിള്ളേരുടെയും കല്യാണം 23 വയസ്സ് നടന്നു. ഈ കൊച്ചിങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് 26 വയസ്സായി. 26 വയസ്സായിട്ട് കല്യാണം അങ്ങോട്ട് വരുന്നില്ല. പലതും ഒന്ന് നോക്കുമ്പോൾ ഒന്ന് ഒക്കത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കോവിഡ്, വെള്ളപ്പൊക്കം, ഇങ്ങനെ പല കാര്യങ്ങൾ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, 2021 ഡിസംബർ 31 മുമ്പേ നിന്റെ മകളുടെ വിവാഹം നടക്കും. ഞാൻ ആ ദൂത് ഏറ്റെടുത്തു. ഡിസംബർ മാസം 10-ാം തീയതി വരെ ഒരു കല്യാണാലോചനയും വരുന്നില്ല. സ്തോത്രം. ഇനിയും ഡിസംബർ 31 ആകാൻ 21 ദിവസമേ ബാക്കിയുള്ളൂ. 10-ാം തീയതി വൈകിട്ട് തിരുവല്ല വേങ്ങലിൽ നിന്ന് നമ്മുടെ മസ്കറ്റിലെ OPL സെക്രട്ടറി ആയിരുന്നു തമ്പിച്ചാൻ എന്നെ ഇവിടെ ചോദിച്ചു, പാസ്റ്ററെ വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. ഇന്ന് കൺവെൻഷൻ വല്ലതും ഉണ്ട്? ഇന്ന് കൺവെൻഷൻ ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ കാണുന്നതിന് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല. അന്ന് ഞങ്ങളുടെ 3-4 പേര് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് വന്നെല്ലാം കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, പാസ്റ്റർക്ക് ഇന്ന് പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇന്ന് തന്നെ വരുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. 10-ാം തീയതി ഇങ്ങോട്ട് വന്നു, 10-ാം തീയതി അങ്ങോട്ട് ചെന്നു. ഒരു അലലി പറഞ്ഞ് കണ്ടല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ 22 മാർച്ചിലോ ഏപ്രിലോ വല്ലതും പിള്ളേരുടെ അവധിയൊക്കെ ഉള്ള സമയം നോക്കി നമുക്ക് കല്യാണം നടത്താം. അന്നേരം മറ്റേ പിള്ളേർക്കൊക്കെ വരാനൊക്കെ വേണേൽ വരാം എന്നൊക്കെ ചിന്തിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ കാണാൻ ചെന്ന് ഞങ്ങൾ 16-ാം തീയതി ഉറച്ച് 23-ാം തീയതി കല്യാണം. ജസ്റ്റ് കാണാൻ പോയതാ. 10-ാം തീയതി ഇങ്ങോട്ട് വന്നു, 10-ാം തീയതി അങ്ങോട്ട് പോയി, 16-ാം തീയതി ഉറച്ചു, 23-ാം തീയതി കല്യാണം. ദൈവാത്മാവ് എന്തുവാ പറഞ്ഞേ? പറ. ഡിസംബർ 31 മുമ്പ് എന്ന് ദൈവം പറഞ്ഞാണ് അത് നടക്കുമെന്ന്. അങ്ങനെയാണെ നവംബർ 15 ആയതേ ഉള്ളല്ലോ. ഹലോ, നിന്റെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ ഒന്ന് സാഹസിച്ചിട്ട് ഈ രാത്രി ആ വാഗ്ദത്തത്തെ ഒന്ന് മുറുകെ പിടിച്ചേ. പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞേ, അവനത് നിവർത്തിക്കുമെന്ന് പറഞ്ഞേ.
ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ദൈവം നിന്നോട് പറഞ്ഞത് ഇന്ന് രാത്രി ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് നന്നായി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ചില ആഴമായ വിടുതലുകൾ, മുടങ്ങിക്കിടക്കുന്ന ചില ദൈവിക വാഗ്ദത്തങ്ങളുടെ വിടുതലുകൾ. ഓ, വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഉടര മനക രഗനെ രഗത രൗഷ റിബല. ഓ, രക്തത്താലേ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾ കൃപയാൽ ഇപ്പോൾ അവര് ഓസ്ട്രേലിയയിലായിരിക്കും. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് 2 വാക്ക് എൻ്റെ ദൈവത്തിനുള്ളൂ. ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ 31 മുമ്പേ എൻ്റെ വിഷയത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് ഈ ഉപവാസ പ്രാർത്ഥന വിശ്വസിക്കുന്നവര് ഒന്ന് നന്നായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചേ. ചില തടസ്സങ്ങൾ മാറുകയാ, ചില പോരുകൾ അഴിയുകയാ, ചില ബന്ധനങ്ങൾ മാറുകയാ, ചില ശൂന്യതകൾ മാറുകയാ, ചില പരാജയങ്ങൾ ജയമാകാൻ പോകുകയാ. ഓ, അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ, വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ. വാഗ്ദത്തങ്ങൾ നിവർത്തിയാകട്ടെ. ചില ഉറവകൾ തുറക്കപ്പെടട്ടെ. ചില പരാജയങ്ങൾ ജയമാകട്ടെ. ജീവ